ഇൻട്രൊഡക്ഷൻ എന്നടാ പറയടാ പറയടാ തുടക്കം പറയടാ. ഹലോ ഗായ്സ്, ഞങ്ങൾ പിന്നെ എത്തിയിരിക്കുന്നു. എവിടെ പോവാ? അമ്പലത്തിൽ പോകുന്നു. അതൊക്കെ അങ്ങ് പറ. നിങ്ങൾ ഒരു തുടക്കം ഇട്ട് പറഞ്ഞടി. എപ്പോഴും ഞാൻ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. എന്റെ ഹായ് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് ദേഷ്യം വരും. പറഞ്ഞോ. ഞാൻ പറഞ്ഞു ഹലോ ഗായ്സ്. ഒരുമിച്ച് പറ. കട്ടി സാരമില്ല, പറഞ്ഞോ. ഹലോ ഗായ്സ്. നീ പോവാ അവിടുന്ന് പോയി. ഇതാ കേട്ടോ നമ്മുടെ കട. പറയടാ മര്യാദയ്ക്ക്. ഇത് കണ്ടോ എന്റെ ഫെസിലിറ്റി എഴുതിയിരിക്കുന്നത്. സമയം പോന്നു. ഹലോ ഗായ്സ്, ഞങ്ങൾ പിന്നെ വന്നിരിക്കുന്നു വീട്ടിലോട്ട്. അതെ അതെ, ഉറപ്പാറ അമ്പലത്തിൽ രാവിലെ പോകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതുവരെയായിട്ടും നടന്നിട്ടില്ല അല്ലേ? ഉറപ്പാറ അമ്പലത്തിലോട്ട് പോകുന്നു. ഇവളെ കൊണ്ട് പോയിട്ടില്ല, ഇവള് കണ്ടിട്ടുമില്ല, കേറിയിട്ടുമില്ല. ഇവള് ഇന്നാൾ കൊണ്ടുപോയതല്ലേ? അല്ല, അമ്പലത്തിൽ പോയില്ലല്ലേ? ഓ, എന്നാ ഇച്ചിരി നേരത്തെ പോണായിരുന്നു. മഞ്ഞൊക്കെ കാണണമെങ്കിൽ ഇച്ചിരി കൂടി നേരത്തെ പോകണം. അപ്പൊ ഞങ്ങള് ഒറവപ്പാറയില് പോവാണ്. ഒളമറ്റ ഒറവപ്പാറ അമ്പലത്തില്. ഞാനല്ലേ എപ്പോഴും പറയണേ, പിള്ളേരാകുമ്പോൾ പറയുകയാണെങ്കിൽ പാറും കണ്ണമ്മോനും കുഞ്ഞായി ഇല്ല. ഇവര് ഒരിക്കലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഉച്ചയാവുമല്ലോ എഴുന്നേറ്റ് വരുമ്പോ. അതുകൊണ്ട് നേരത്തെ ഒന്നും അമ്പലത്തിൽ പോക്ക് നടക്കുകയില്ല. പാറു കുഞ്ഞായി എഴുന്നേറ്റില്ല. കണ്ണപ്പൻ തൊടുപുഴ വരെ കൊച്ചച്ച കൂട്ടാനായിട്ട് പോയി. പാറു അമ്പലത്തിൽ വരുന്നില്ല. അപ്പം ഞങ്ങൾ ഉറവപ്പാറ അമ്പലത്തിൽ പോകുമ്പം എല്ലാ വിശേഷങ്ങളും എപ്പോഴും കാണിക്കാറൊക്കെ ഉള്ളതാ. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞേച്ച് രാവിലത്തെ സീൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പം ചെന്ന് നോക്കിയിട്ട്. അതെ, അയ്യോ ഇവള് ഇത് പാറ കയറിയാണോ പോന്നേ? അവള് പോയിട്ടില്ല. അതുവരെയൊക്കെ പോകുന്നൊരു പാറ കയറിയൊക്കെയാ പോകേണ്ടത്. ഈ പൊളി ചിന്നിന്റെ ഒക്കെ വീട്ടിട്ട് പോകുന്ന ഒരു ഇതില്ലേ കുഞ്ഞ്? മരമൊക്കെ ഉണങ്ങി രണ്ടു വശങ്ങളില്. പണ്ട് എരുമേലിലൊക്കെ എന്നെ രസം നോക്കിയാൽ മനെ ഈ പടമൊക്കെ വരച്ച് വെക്കത്തില്ലേ വാവേ? ഈ ഒരു മരമൊക്കെ വെച്ചിട്ട് ഇലയില്ലാതൊക്കെ ഇങ്ങനെ ഈ നിഴല് പോലൊക്കെ വരച്ച് വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വീഡിയോ എടുത്തപ്പോൾ മുരുകാ കാത്തിരിക്കണേ. കണ്ടോ എന്നാ ഭംഗിയാണോ? എവിടെ ചെന്നാലും ഭംഗി. എനിക്ക് ഈ പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുമോ ഇത് തന്നെ എത്ര ഭംഗി. എന്നെപ്പോലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവർക്കൊക്കെ അതിൻ്റെ പറഞ്ഞാൽ അറിയത്തുള്ളൂ അല്ലേ കുഞ്ഞെ? സിറ്റിയിലൊന്നും എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പക്ഷെ എനിക്ക് സിംഗപ്പൂർ ഇഷ്ടം കേട്ടോ. അവിടെ പോയി കണ്ടുകൊണ്ട് എന്നാലും അവിടെ നമുക്കിതുപോലൊരു പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഭംഗിയാണ്. അതേസമയം ദുബൈക്കൊക്കെ പോയപ്പോഴത്തേനും കെട്ടിടങ്ങളും കാര്യങ്ങളും എന്നാലും ഉണ്ട് കേട്ടോ. അവിടെ പാർക്കിലൊക്കെ പോകുമ്പോഴത്തേനും നല്ല ഭംഗിയാണ്. അത് വേറൊരു ഭംഗി, ഇത് വേറൊരു ഭംഗി. എനിക്കിഷ്ടം ഈ ഭംഗികളൊക്കെയാണ്. ഭഗവാനെ, എന്നെ സംബന്ധിച്ച് ഇച്ചിരി കയറി കഴിയുമ്പോൾ ആണ് അയ്യോ ചെറിയ കയറ്റം എന്നാലും കണ്ടോ. പിള്ളേർ വേണ്ട പോന്നു. അവിടെ പോയി നിൽക്കുവാവേ. അവിടെ ചെന്ന് നോക്കാം, അപ്പോഴാ കയറി വരുന്നോടെ കാണത്തുള്ളൂ. ഒരാൾ നിൽക്കുന്നുണ്ട് അവിടെ, എവിടെയോ നിൽപ്പുണ്ട്. കാണാവോ? അത് ബൈക്കാണോ? ഓ ഉണ്ടാക്കുന്നത് കണ്ടോ? എന്ത് രസം നോക്കിയേ. അടിപൊളി അടിസക്ക മേഘമൊക്കെ കൂടി. ഇത് ഉറവപ്പാറയുടെ ഒരു പ്രത്യേകത കേട്ടോ. എന്നാൽ ചോദിക്കും വേറെ എങ്ങും ഇല്ലെന്ന്.
വേറെ ഉണ്ടായിരിക്കും. എന്നാലും കണ്ടോ ഈ പാറ, ഒറ്റപ്പാറയുടെ മുകളിൽ നിന്ന് ഇച്ചിരി കൂടി നേരത്തെ വരേണ്ടതായിരുന്നു. ഇച്ചിരി കൂടി നേരത്തെ വന്നാൽ മഞ്ഞ് നല്ല ഇതിൽ കാണാമായിരുന്നു. ഇപ്പോൾ അതേ മഞ്ഞൊക്കെ പയ്യെ പോയി വരുന്നു. സിറ്റിയൊക്കെ തെളിഞ്ഞു തുടങ്ങി. മറ്റേത് ഇവിടെ വരുമ്പോഴത്തേനും ഇച്ചിരി കൂടി നേരത്തെ വന്നാൽ നമുക്കിവിടെ ഈ കെട്ടിടങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ മഞ്ഞായിരിക്കും. അടിപൊളി. നമ്മുടെ താമരക്കുളം അതൊക്കെ ഞാൻ ഇറങ്ങി വരുമ്പം കാണിക്കാവേ. ഇവിടെ മുരുകൻ ഇരിക്കുന്നുണ്ട്, സുന്ദര മുരുകൻ കുഞ്ഞിരിക്കുന്നുണ്ടോ. എന്നാ രസമാണെന്ന് നോക്കിയേ, എന്നാ സൗന്ദര്യമാണെന്ന് നോക്കിയേ. അത് ചുമ്മാ ഒരു ഇത്. അവള് ഭീമൻ്റെ തീർത്ഥപാദ അതിന് കുളം, പാദ തീർത്ഥ കുളം എന്നാണ് പറയുന്നത്. എന്താ ഭംഗി. കണ്ടോ മറ്റേ കണ്ടില്ല. പാറയുണ്ടോ, ഒറ്റ പാറ. എന്ത് മനോഹരമാണെന്ന് നോക്കിയുണ്ടോ. അത് താഴേന്ന് തുടങ്ങുന്ന പാറയാണ്. ഈ പാറയുടെ മുകളിലൊക്കെ ഒരു അമ്പലമൊക്കെ വരിക എന്നൊക്കെ പറയുമ്പോഴത്തേനുണ്ടല്ലോ അതൊരു ഭയങ്കര അതിശയല്ലേ. വിശ്വാസമില്ലാത്തൊരു പലരും പറയും, പക്ഷേ ഞാനൊക്കെ ഭയങ്കര വിശ്വാസി കേട്ടോ. എനിക്ക് അച്ചട്ട ഓരോ കാര്യങ്ങളും, എന്തൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അച്ചട്ട. പാട്ടൊക്കെ പാടി സ്വപ്നം ചിലപ്പോൾ ഫലിക്കുമല്ലോ എന്നുള്ള പാട്ടൊക്കെ പാടി നടക്കും. പിള്ളേർ കണ്ടോ അങ്ങകലെ ഒരു പൊട്ടുപോലെ. പിന്നെ അങ്ങിരിക്കുന്ന പാറ ഉണ്ട്, അതാണേ പിന്നെ ഇവർ പാണ്ഡവരുടെ അടുപ്പ് കേട്ടോ. നമ്മുടെ തൊടുപുഴ സിറ്റി മഞ്ഞൊക്കെ പയ്യെ പോവണം. കണ്ടോ പുല്ലൊക്കെ നിൽക്കുന്നുണ്ടോ. പുല്ലൊക്കെ ഉണങ്ങി കരിഞ്ഞ് കേട്ടോ. ഇവിടെ കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടെങ്ങാണ്ട് ഇവിടെ നിന്നെങ്ങാണ്ട് ഒരു കൊച്ചു താഴെ വീണതൊക്കെയാണേ. പിള്ളേരിവിടെ ഫോട്ടോ എടുപ്പൊക്കെയാണ്. പിള്ളേരൊക്കെ എവിടെ ചെന്നാലും ഫോട്ടോഷൂട്ടും. ഞങ്ങളും അതെ, പല പോസായിട്ട് കൊടുക്കണം. ഇത് വെള്ളമില്ലോ ഞാൻ ഈ വെള്ളം ഒരിക്കലും പറ്റൂല. എന്നാ വെയിൽ വന്നാലും എന്നാ വേനൽ വന്നാലും ഈ വെള്ളം പറ്റൂല. ഭീമൻ്റെ കാല് അണ്ട ഇവിടെ നിന്ന് നോക്ക. ഇത് ഉപ്പൂറ്റി അണ്ട അവിടെ പത്തി. അത് ഇച്ചിരി കൂടി വെള്ളം, ഇപ്പോൾ വെള്ളം കണ്ടോ അങ്ങ് ഇച്ചിരി ഇറങ്ങിയില്ലേ. വെള്ളം ഇങ്ങനെ ഇത് ശരിക്കും ഇങ്ങനെ ഒരു കാൽപ്പത്തിയും പോലെ. അതിനകത്ത് ഇച്ചിരി പച്ചപ്പുല്ല് നിൽക്കുന്നുണ്ടോ അല്ലേ, അതിൻ്റെ രസമാണ്. പിന്നെ അതാണ് ഭീമൻ്റെ അടുപ്പ്, അല്ല പഞ്ചപാണ്ഡവരുടെ അടുപ്പ്. തെറ്റിപ്പോയി ഗൈസ്. മനുഷ്യരല്ലേ അല്ലേ. വാവച്ചനെ കളിയൊക്കെ വരുന്നു. പിള്ളേർ ഫോട്ടോ എടുപ്പൊക്കെ, പിള്ളേരെന്നാൽ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതൊന്നും പറയത്തില്ല. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. ഇത് കുറേ തവളകളുണ്ട്. ഇതുണ്ടോ, കുറച്ച് തവളക്കുട്ടന്മാർ കിടപ്പുണ്ട്. ഇത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഉണ്ടോ ചാടണേ ഉണ്ടോ. ചാടിക്കടാ. പിള്ളേർ ഭയങ്കര ഫോട്ടോ എടുപ്പും മേളമൊക്കെ. അതിന് പഞ്ചപാണ്ഡവരുടെ അടുപ്പൊന്നും പോയി കാണാനുള്ള സമയമൊന്നുമില്ല. കാരണം കുറച്ച് നേരം പോയി എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ചെല്ലുകയും ചെയ്യണം. വീട്ടിലെ എനിക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോവുക. പിള്ളേരവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പും മേളമൊക്കെയാകാം. ഞാനൊരു സ്റ്റിക്ക് മേടിച്ചായിരുന്നു മറ്റേ ഓൺലൈനിൽ നിന്ന്.
അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ പിള്ളേർ ആദ്യം പറഞ്ഞു അതിൻ്റെ ചാർജറൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അറിഞ്ഞു അത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യേണ്ടത് ആണെന്ന്. എൻ്റെ വാവച്ച് അതെല്ലാം ഒന്ന് സെറ്റാക്കാം. ഇത് അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്, കുറച്ച് വീഡിയോസൊക്കെ പിടിക്കണമെന്നുണ്ട്. സമയപരിമിതി കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല 2 ഫോട്ടോസൊക്കെ എടുക്കണം. കുഞ്ഞെ ഒന്ന് പഠിപ്പിച്ച് തരുമായിരിക്കും. വീഡിയോ ഷൂട്ടൊക്കെ ആയിരുന്നു ഇത്രയും നേരം. ഞങ്ങൾ പറയടി ഇവിടെ വന്ന അനുഭവമൊക്കെ പറ. ഇവിടെ വന്ന ആദ്യമായിട്ട് വന്ന ഉറവപ്പാറ വന്ന നല്ല അനുഭവം. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ടല്ലേ മുരുകനെ കാണാനും അല്ലേ? നമുക്കിങ്ങനെ ഒരു നമുക്ക് അമ്പലത്തിലൊക്കെ സാധാരണ അമ്പലത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കങ്ങനെ അടുത്ത് നിന്നങ്ങനെ കാണാനോ അങ്ങനെയൊന്നും പറ്റിയൊന്നുമില്ല. ഇത് നമുക്ക് മുരുകൻ ഇങ്ങനെ നിൽക്കും, നമുക്ക് അടുത്ത് വന്ന് നിന്ന് തൊഴാം. പിന്നെ അതിനിടയ്ക്ക് സാരിയോ ഇനി അവിടെ സീനറി മാറി നിന്ന് പിടിയടാ. അച്ചാച്ചട ഇല്ലേ ഒന്നും പറയുന്നില്ല, ഫോട്ടോ എടുത്തോണ്ട് പോവാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറ വീട്ടിൽ ചെന്നിട്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പിന്നല്ലാതോ താഴെ ഇറങ്ങിയിട്ട് അല്ലേ? അതെ അവള് അവിടെ കണ്ടോ, എല്ലാവരും നോക്കൂ, ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് അല്ലേ? അടിപൊളി ഉണ്ടോ? ഞങ്ങളൊരു സെൽഫി സ്റ്റിക്ക് മേടിച്ചായിരുന്നു കേട്ടോ. ചെറുതാണേ, വലിയ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. വലിയ വിലയൊന്നും ഇല്ല, അതൊരു കുഞ്ഞൊരെണ്ണം. നമുക്ക് പൈസയൊക്കെ ഇച്ചിരി കൂടിയൊക്കെ പൈസയൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സ്റ്റിക്കൊക്കെ മേടിക്കാം. ഇത് ഞാൻ ചുമ്മാ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഓൺലൈനിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. എന്നടി പൊന്നായി വേണമായിരുന്നല്ലേ ഇതിലെ ഈ പാറക്കൂടി നടത്തി പൊന്നുണ്ണി ഇനി ഒരു ദിവസം പറഞ്ഞു. മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? വലിയ മീനുണ്ടോ? എന്താല്ല സ്വർണ്ണക്കുട്ടന്മാരെയോ ഭഗവാനെ. ഒരു താമര ഉണ്ടായൊക്കെ നിൽപ്പുണ്ട്. താമര മുട്ട. അപ്പം ഞങ്ങൾ അമ്പലക്കുളത്തിൻ്റെ അവിടെയൊക്കെ വന്നു. അതിനെല്ലാം എന്തേ പുല്ലൊക്കെ നേരത്തൊക്കെ ഇവിടെ അന്ന് വരുമ്പോഴത്തേനും ഇവിടെയൊക്കെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നില്ല. ഇവിടെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു. ഇവിടെ നല്ല മഴയായിരുന്നു തോന്നുന്നു കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ ഒലിച്ചിറങ്ങി കരിയിലേക്ക് പോയി കിടക്കുന്നുണ്ടോ? പാച്ചാച്ച അവിടെ കിടന്ന് ഒച്ച വെക്കുവാണ്. സമയം 8 മണിയായി. ഞങ്ങൾ 6:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇവിടെ കയറി തൊഴുത് പിള്ളേർ പാറയൊക്കെ കാണാൻ. അവൾ വന്നിട്ട് പാറ കണ്ടിട്ടില്ല. ചെന്നിട്ട് പാറുവിന് പോകേണ്ടതാണ്. രാവിലെ ഒരു പണിയും കഴിയാതെ പോകുന്നത്. അവൾ കുഞ്ഞായും കൂടി എന്ന് വെച്ചാൽ അവൾക്ക് പണിയെല്ലാം ചെയ്യണ്ടേ. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. തൊഴുതൊക്കെ ഇറങ്ങിയിട്ട്. ഇഷ്ടപ്പെടീനു? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വേറെ അമ്പലത്തിൽ പോകുന്നതിനൊക്കെ ഞങ്ങൾക്ക് പ്രത്യേകതയുണ്ടോ? ഇത്തിരി ആൾക്കാരില്ലാത്തതുകൊണ്ട് സ്വസ്ഥമായിട്ടൊന്നും തൊഴാൻ പറ്റിയില്ലേ? സമാധാനമായിട്ട്. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരുപാട് ബഹളമുള്ള അമ്പലത്തിൽ ചെല്ലുന്ന കഴിഞ്ഞ് നല്ലത് നമുക്ക് ഇങ്ങനെ സമാധാനമായിട്ടൊക്കെ നിന്ന് തൊഴുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭക്തി നമുക്കിനി വരും അല്ലേ? ഒരു ശാന്തത ഇങ്ങനെയുള്ളൊക്കെ അമ്പലത്തിൽ 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ? അപ്പം ഞങ്ങളുടെ വിശേഷം ചെറിയൊരു വ്ളോഗ്. അതെ, ഇന്നത്തെ വാവച്ചിയും ചിന്നുമൊക്കെ ഇന്നലെ രാത്രിയിലാണ് അവർ വന്നത്. അതിൻ്റെ ഞാൻ പിണങ്ങിയിരിക്കുമായിരുന്നേ. കഴിഞ്ഞ ദിവസം തൊട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ല. ഞാനിട്ട് വിളിക്കാതെ പിണങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഇന്നലെ വന്നു. ചേച്ചി അവിടെ വണ്ടിയിലൊക്കെ പോയിരുന്നു. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ, ഞങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്ത പോലെ അല്ലേ? അധികം വീഡിയോ ഒന്നും കാണില്ല. ഇത്രയും നാളായിട്ടും അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവുന്നില്ല. എന്നാണല്ലേ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ അല്ലേ? എന്തൊക്കെയാ പുതുമ വരുത്തണ്ടേന്ന് പറഞ്ഞു തന്നാൽ മതി, കമന്റിൽ ഇട്ടാൽ മതി. പിള്ളേരൊന്നും വിടില്ല. പിള്ളേരൊക്കെ ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നെയല്ലേ ഈ ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്തണ്ടേന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അതനുസരിച്ച് ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതെ. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതന്നെ. അപ്പോൾ ബൈ ബൈ. ടാറ്റാ.